പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിയാൻ മേലാണ്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ഒന്നുമില്ലല്ലോ. ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. ഇപ്പം നിങ്ങൾ പറയും എന്തിനാണ് പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇതൊരു ഗെയിം ഷോ അല്ലേ? ഒരു പേഴ്സണൽ കാര്യങ്ങൾ അവളായിട്ട് എടുത്തിട്ടത്, എൻ്റെ പേര് ഞാനാണോ എടുത്തിട്ട് ആ ഷോയിൽ? നല്ല വ്യക്തമായിട്ട് ഷോയിൽ പോകുന്ന മുമ്പേ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു, അവളുടെ വീട്ടുകാർ പറഞ്ഞു, ഒരു കാരണവശാലും പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരുകൾ ഒന്നും അവിടെ പറയരുത്. വീക്ക് 1 പോയി എല്ലാം കൊണ്ട് തുളച്ചു. വേറെ ആരുമല്ല, അവൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ പറയും പിന്നെ ഇപ്പം ഇതിനാ പേഴ്സണൽ കാര്യം പറഞ്ഞത്? എന്താ അറിയില്ലേ ഇത് പുറത്ത് ഇതാവുമെന്ന്, ലൈവിൽ വരുമെന്നറിയില്ലേ? അല്ലെങ്കിൽ ഇതിൽ എപ്പിസോഡിൽ വരുമെന്നറിയില്ലേ? അപ്പോൾ പേഴ്സണൽ കാര്യം പറയുമ്പോൾ പേഴ്സണൽ കാര്യം ഡിസ്കസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ അഫക്റ്റ് ആവുന്നവരാണ് ഞാനാണ്. അപ്പം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തരേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് ഓരോ കഥകൾ അടിച്ചിറക്കുമ്പം അവിടെ അഫക്റ്റ് ആവുന്ന എൻ്റെ ഫാമിലിയാണ്. നിൻ്റെ ഫാമിലിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാനിപ്പോൾ തരാം. ഇനിയിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ജാസ്മിൻ എന്നൊരാളെ ശരിക്കും പരിചയപ്പെടുന്നത് എനിക്കറിയില്ല. ഒരു യൂട്യൂബർ ആയിരുന്നു എന്ന സംഭവമൊന്നും എനിക്കറിയില്ല. ഞാൻ അസ്ലാം ആർട്ടിയുടെ കല്യാണത്തിനാണ് ആക്ച്വലി പരിചയപ്പെടുന്നത്. 16-ാം തീയതി, ജൂൺ 16-ാം തീയതി 2023. പിന്നെ 2 ദിവസം അവിടെ ഉണ്ട്. അവളുടെ റംഗോലിനായിട്ട് മെഹന്തി ഉണ്ടായിരുന്നു അസ്ലാം ആർട്ടിയുടെ. 18-ാം തീയതി കല്യാണം. ഇനിയിപ്പോൾ 18-ാം തീയതി കല്യാണം എന്ന് പറയുന്ന സാധനം ഇപ്പം ഞാൻ പറഞ്ഞ ആവശ്യമില്ല, ഫോട്ടോസ് ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ല. ബ്ലോഗ്സിലും ജാസ്മിൻ്റെ ബ്ലോഗിലായാലും ശരി, അസ്ലയുടെ ബ്ലോഗിലായാലും ശരി, ഗംഗയുടെ ബ്ലോഗിലായാലും ശരി, ഹെയ്ദിയുടെ ബ്ലോഗിലായാലും എല്ലാത്തിലും ഞാനും ഉണ്ട്. ഇതെല്ലാവരും കണ്ട ആൾക്കാർ. അഫ്സൽ എന്നൊരു വ്യക്തി അന്നേ തൊട്ട് ഇതിനകത്തുണ്ട്. പക്ഷെ അന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ കമ്മിറ്റഡ് ആയിരുന്നു. ജാസ്മിൻ മുന്നായിട്ട് റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന സാധനങ്ങളാണ്. ജൂൺ 18-നുള്ള സംഭവമാണ്. ആ സംഭവമൊക്കെ നിങ്ങൾക്കെല്ലാം അറിയുന്ന സംഭവമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ അഫ്സൽ മുന്നേ ഇങ്ങനെ തട്ടിയെടുത്തതാണോ? അങ്ങനത്തെ കുറേ ഞാനും വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഇപ്പോൾ തോന്നുന്നത് അത് വരണം. അപ്പം ആ ഒരു സാധനം ആക്ച്വലി നമ്മുടെ റിലേഷൻഷിപ്പിനെ പറ്റി കൂടുതൽ, അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മുടെ പരിചയം കൂടുതൽ അറിയുന്നത് അസ്ലായിരിക്കും, ഹെയ്ദിക്ക് അറിയാം. പിന്നെ ആ കല്യാണത്തിന് വന്ന ഗംഗ, ഇവർക്ക് എല്ലാവർക്കും കുറേ പേർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ മുന്നേ പറ്റി ഞാൻ പറയാം. എനിക്ക് വളരെ നല്ലോണം അറിയുന്ന ഒരാളാണ്. മുന്നേടെ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റിയത്. ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കുറേ കാര്യങ്ങൾ. പക്ഷെ അത് മറച്ചു വെച്ചുമായിരുന്നു. അതും എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇപ്പം മെയിൻ സാധനം പറയാം. ജാസ്മിൻ എന്നുള്ളൊരു റിലേഷൻഷിപ്പ് നമ്മളെല്ലാവരും കാണുമ്പോൾ, ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ കാണുമ്പോൾ വളരെ ടോക്സിക്, വളരെയധികം എന്താ പറയുക, എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ചുമ്മാ വിളിച്ച് ശല്യം ചെയ്യുന്നു, അങ്ങനത്തെ ഒരാളാണ് നമ്മൾ. അല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ പോർട്രേ ചെയ്ത എന്ന് പറയുന്നത് അങ്ങനെയാണ്. പലപ്പോഴും നമുക്ക് എല്ലാവർക്കും, ഇപ്പം ഞാനായാലും അസ്ലായാലും ഗംഗയായാലും ഹെയ്ദി ആയാലും നമുക്ക് വളരെ സിമ്പതി തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. കാരണം എന്ന് പറഞ്ഞാൽ എന്തിനിങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പുള്ളിക്കാരൻ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. പുള്ളിക്കാരൻ അത്രയും. ഇപ്പം ഞാൻ പലപ്പോഴും ജാസ്മിൻ പറയുന്നുണ്ട് അങ്ങനെയാണ്. പക്ഷേ നമ്മളുടെ മുമ്പിൽ കാണിച്ചിട്ട് വളരെ ഡിഫറെൻ്റാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ടോക്സിക്കാണ്, ഭയങ്കര അതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയും എനിക്ക് മുന്നേ ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആളാണ്. അപ്പം നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെന്നെ കൊണ്ട് കുറേ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈഫ് സ്റ്റോറി ഭയങ്കരമാണ്. അത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മുന്നേടതും എൻ്റെതും എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിലോട്ട് മാറി എൻ്റെതിലോട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അസ്ലയുടെ കല്യാണത്തിന് 2 ദിവസം കഴിഞ്ഞ്, കല്യാണം കഴിഞ്ഞിട്ട് രാത്രി എല്ലാവരും ഇരിക്കുമ്പോൾ, തമാശയ്ക്ക് എല്ലാവരും ഇരിക്കുന്നത്, ചുമ്മാ തമാശയ്ക്ക് അസ്ല എടുത്തും എഴുതിയൊക്കെ എല്ലാവരും ഇരിപ്പുണ്ട്. അവിടെ ജാസ്മിൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, മുന്നൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അഫ്സലാക്കെ കല്യാണം കഴിച്ചേന്. ഞാനും ആ സമയത്ത് ചിരിച്ച് കളഞ്ഞ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടതേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ പിറകെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ സമയം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കാണുന്നത്, ഇപ്പം ഞാൻ മാത്രമല്ല, ഞാൻ വെറുതെ വന്ന് പറയുന്നതല്ല, നിങ്ങൾക്ക് ആയിരത്തി തവണ ആ കല്യാണത്തിനുണ്ടായിരുന്ന ആ ഗ്രൂപ്പിൻ്റെ അടുത്ത് ആയിരത്തി തവണ ചോദിക്കാം. എന്നും ഇവർ എന്നും അടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ ചെറിയ കാര്യത്തിന് അങ്ങനെ കുറേ അടികൾ. അപ്പം നമ്മളൊക്കെ പറയേണ്ടത് എന്തുവാ ഇത്, ഇങ്ങനെയൊക്കെ ഭയങ്കര വളരെ മോശം രീതിയിൽ കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് മനസ്സിലാവുന്നില്ല.
ഇത് കൂടുതൽ ആക്ച്വലി ഇതിനെക്കാട്ടി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ഹെയ്തിയും അല്ലെങ്കിൽ അസ്ലായിരിക്കും. കാരണം എനിക്കതിലോട്ട് പോയി പറയേണ്ട ആവശ്യമില്ല. പിന്നെ അതിന് ശേഷം കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്നൊരു സംഭവമാണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ബ്രേക്കപ്പ് ആവുന്ന August 15th, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണ് ഇവർ ബ്രേക്കപ്പ് ആവുന്നത്. ആക്ച്വലി ഭയങ്കര അടിയായിട്ട് ആ സമയത്ത് അസ്ലയും ഹെയ്ദിയൊക്കെ അവിടെ ഉണ്ട്. ആ ബ്രേക്കപ്പിൻ്റെ സമയത്ത് ഭയങ്കര അടി, മുന്നേ ജാസ്മിൻ ഭയങ്കര അടി, എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് അവർ അന്ന് ബിഹൈൻഡ് വുഡ്സിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എന്തോ ആണ്, എനിക്ക് ഓർമ്മയില്ല. ആ ഒരു സമയത്താണ് ഇവർ ബ്രേക്കപ്പിൻ്റെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് മുന്നേ എന്നോട് പറഞ്ഞത്. അത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി അറിയുന്നത്. കാരണം കുറേ കാര്യങ്ങൾ എനിക്കായാലും മുന്നേക്കായാലും കുറേ കാര്യങ്ങൾ ഷോക്കിംഗ് ആയിട്ട് തുടങ്ങിയത്, അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയുക, ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ അറിയുന്നത് ഈ ഷോ പോയി കഴിഞ്ഞിട്ടാണ്. പല സത്യങ്ങളും പുറത്ത് വരുന്നത് ആ സമയത്താണ്. അപ്പോൾ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ജാസ്മിനും മുന്നേ റിലേഷൻഷിപ്പ് ഇരിക്കുന്ന സമയത്ത്, ഞാൻ ആ സമയത്ത് ഫ്രണ്ടാണ്, ആസ് എ ഫ്രണ്ടാണ്. അപ്പം ഓഫ് കോഴ്സ് മുന്നേ അടുത്ത് എന്നെ പറ്റി നല്ല രീതിയിൽ നല്ല പൊക്കിയൊക്കെ പറയാറുണ്ടോ, അഫ്സലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പ്രോഗ്രസീവാണ്, അങ്ങനെ ഭയങ്കര അടിപൊളി ചിന്താഗതിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇതാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ്, അങ്ങനെ കുറേ കാര്യം. അപ്പം മുന്നേക്ക് ആക്ച്വലി അത് ഓഫ് കോഴ്സ് ഒരു റിലേഷൻ ഇതായിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ മുന്നേ പറയാം. അപ്പം മുന്നേക്ക് ചെറിയ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയം. അപ്പം മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായപ്പം എനിക്ക് അതൊന്നുമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞപ്പോൾ മുന്നേ ആക്ച്വലി അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ പുറത്ത് വരുമ്പോഴാണ് ആക്ച്വലി എല്ലാം ക്ലിയർ ആവുന്നത്. ഇപ്പോൾ എനിക്കായാലും പോലും അങ്ങനത്തെ കാര്യങ്ങളാണ്. കാരണം എനിക്കറിയുന്ന മുന്നേ ഭയങ്കര, കാരണം എനിക്കല്ല, പൊതുവെ ആ ഫ്രണ്ട് സർക്കിളിലുണ്ടായിരുന്ന ആൾക്കാർക്ക് മുന്നേ എന്നൊരു വ്യക്തി അറിയുന്നത് വേറൊരു. ഹായ്.